പൂജ, ഞാനിപ്പോൾ നിൽക്കുന്നത് പഴവങ്ങാടി ഭഗവതി ലോട്ടറി ഏജൻസിയിലാണ്. ഇവിടെയാണ് 2022 അനൂപിന് ഇവിടെ നിന്നാണ് സമ്മാനം അടിച്ചത്. ഇപ്പോൾ എന്താണ് ഏജന്റിനെ കുറിച്ച് വിവരം? ആറ്റിങ്ങലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങളുടെ തന്നെ ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്? അതെ അതെ, കാരണം നമ്മുടെ എറണാകുളത്തുള്ള വൈറ്റില ഷോപ്പിൽ ഹോൾസെയിലിൽ നിന്നാണ് ടിക്കറ്റ് പോയിട്ടുള്ളത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നതേ ഉള്ളൂ. ഇത് ഏജന്റ് എവിടെ ഉള്ളത്? പാലക്കാടുള്ള ഏജന്റാണോ? അറിയത്തില്ല, കൃത്യ ഡീറ്റെയിൽസ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ടിക്കറ്റ് വിറ്റതിനെ പറ്റി എന്തെങ്കിലും സൂചനകൾ എവിടെയാണ്? ആർക്ക് അങ്ങനെയൊന്നും ഇപ്പം കിട്ടി തുടങ്ങിയില്ല? നമുക്ക് കിട്ടില്ല, വരുന്നേ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങളൊക്കെ. കാരണം ഹോൾസെയിൽ വിറ്റ ടിക്കറ്റാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഒരു കടയിൽ റീറ്റെയിലും ഹോൾസെയിലും കാണും. ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ഈ കച്ചവടക്കാർ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയ കച്ചവടക്കാരാലോ അടിച്ച ടിക്കറ്റാണത്. അപ്പോൾ ഇതെന്തായാലും രണ്ടാം വട്ടമാണ് ഇങ്ങോട്ടേക്ക് ഓണം ബമ്പറിൻ്റെ ഭാഗ്യം ഭഗവതിയിലേക്ക് എത്തുന്നത്. ആദ്യം 25 കോടി ആയപ്പോഴത്തേന് ഇവിടെ അടിച്ചിരുന്നു. 2 വർഷം ഒന്ന് വടക്കോട്ട് പോയി, പിന്നെ ഇവിടെ അടിച്ചു. എന്ത് തോന്നുന്നു? നമുക്ക് ഇതും കൂടെ ചേർത്ത് 7 ബമ്പർ ഫസ്റ്റ് പ്രൈസാണ് അടിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ജനകീയമായത് അനൂപിന് അടിച്ചതായിരുന്നു. അന്ന് സാഹചര്യം 1025 കോടിയാണ്, 1500 ടിക്കറ്റാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രതിസന്ധികൾ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അതിജീവിച്ചൊരു ഫസ്റ്റ് പ്രൈസാണ് അന്ന് അടിച്ചത്. അതോടുകൂടി തന്നെ ലോട്ടറി മേലെ തന്നെ ഭയങ്കര സെയിൽ, ബമ്പറിനൊക്കെ വലിയ സെയിൽ കൂടി, നമുക്കും അതിൻ്റേതായ സെയിലുകൾ കൂടി. അപ്പോൾ ഇപ്പോൾ വീണ്ടും 2 വർഷം കഴിഞ്ഞ് വീണ്ടും വീണ്ടും വരെയാണ്. അത് സന്തോഷമുണ്ട്. ഇപ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു? പൊതുവെ കച്ചവടമൊക്കെ എങ്ങനെയായിരുന്നു ഇപ്രാവശ്യം? പൊതുവെ ആദ്യം മുതൽ തന്നെ ടിക്കറ്റിന് സെയിലുണ്ടായിരുന്നു. തുടക്കം മുതൽ അവസാനം എത്തിയപ്പോൾ സെയിലുണ്ട്. ആകെ പറ്റിപ്പോയ പ്രശ്നം വെച്ചാൽ 27-ാം തീയതി നറുക്കുന്ന ടിക്കറ്റ് മഴ സമയമൊക്കെ വന്നു, നറുക്കെടുപ്പ് മാറ്റി വെച്ചു. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ടിക്കറ്റൊക്കെ തീർന്നു. നമുക്ക് 2 ദിവസം മുമ്പ് തന്നെ ടിക്കറ്റൊക്കെ തീർന്നു. അവസാനം വന്ന് ആർക്കും ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്രാവശ്യം. പിന്നെ ഇനി ഏതെങ്കിലും ടിക്കറ്റ് ബാക്കിയുണ്ടോ, അതോ പൂർണ്ണമായി നിങ്ങൾ എടുത്തതെല്ലാം വിറ്റ് കഴിഞ്ഞോ? നേരത്തെ മന്ത്രി സംസാരിച്ചു പറഞ്ഞു 75 ലക്ഷം ടിക്കറ്റ് എടുത്ത് അതിൽ ഒരെണ്ണമാണ് ബാക്കിയെല്ലാം വിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. നമ്മൾ ഒരു ടിക്കറ്റ് പോലും മിച്ചമില്ല, സത്യം പറയാം. ഒരു ടിക്കറ്റ് മിച്ചമില്ല. കാരണം നമുക്കൊരു ടിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കസ്റ്റമർ എടുക്കാൻ നമ്മൾ അത് നോക്കുകയുള്ളൂ. അവർക്ക് കൊടുത്ത ശേഷം നമ്മളും എടുക്കാറുള്ളൂ. പക്ഷേ അവർക്കൊന്നും കൊടുക്കാനുള്ള സാഹചര്യം ഇല്ല ഇപ്രാവശ്യം. അത്രയ്ക്ക് സെയിലുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു പൊതുവെ ഇപ്രാവശ്യത്തെ ഒരു തിരക്ക്? എപ്പോഴായിരുന്നു? ഇന്നൊക്കെ എങ്ങനെയാണ് കൂടുതൽ ഫോൺ വിളികളൊക്കെ എത്തിക്കാണല്ലോ? ഭാഗ്യശാലി ആരാണ് എന്ന് മാത്രമാണ് അറിയേണ്ടത്. പാലക്കാട് തിരുവനന്തപുരം കണക്ഷനൊക്കെ കഴിഞ്ഞിട്ട് എറണാകുളം വഴി ഒന്ന് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് വരട്ടെ. ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു വിൽപ്പനയുമായി ബന്ധപ്പെട്ട്. റെക്കോർഡ് വിൽപ്പനയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഭാഗ്യശാലി ആരാണെന്ന് കാത്തിരിക്കാം.